എന്നാ നമുക്ക് കിടന്നാലോ? ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, ആരെങ്കിലും കണ്ടാൽ. Come, Samkuti. Thank you, uncle. അയ്യോ അടയ്ക്കണ്ട ചേച്ചി. ആനി പറയുന്നത് കതകും ജനലും ഒക്കെ തുറന്നിട്ട് മിന്നാമിന്നുങ്ങളെ ഇങ്ങ് അകത്തോട് ക്ഷണിക്കാമെന്നാ. അത് നിങ്ങൾ സ്വല്പം ഒളിവിലായതുകൊണ്ട് ജനലും കഥവൊക്കെ അടയ്ക്കുന്നതാ നല്ലത്. ഞങ്ങളെ ദൈവം പരിപാലിക്കും ചേട്ടാ. നിന്റെ അപ്പനെയും ചേട്ടന്മാരെയും കുളപ്പറയും പക്കനെയും ആ ദൈവം തന്നെ പരിപാലിക്കുന്നു. കർത്താവിനെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ ചോദിച്ചേട്ടാ, ഞങ്ങൾക്ക് സങ്കടമാവും. അല്ല അത് ഞാൻ ഈ വെറുതെ യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലയോ. നേരെ ഒരു പടം, നിങ്ങൾ പോയി കിടന്നു. Good night, ചേച്ചി. ഗുഡ് നൈറ്റ്. ഇതെന്നെ ചോദിച്ച തോക്കുമായിട്ട്. ആ ഇതിലിപ്പം ഇത്ര ചിരിക്കാൻ തന്നെ ഇരിക്കുന്നു. എൻ്റെ ഇച്ചാച്ചൻ്റെ തോക്ക. എന്തുമാത്രം പക്ഷികളെയും മൃഗങ്ങളെയും വെടിവെച്ചിട്ട് തോക്ക ഇത്. ഇതിനിപ്പം കാമുകന്മാരെ കാത്തു രക്ഷിക്കാനുള്ളതാ. നാളെ പിള്ളേരോട് ഇവരാരാന്ന് പറയുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ ഡൽഹിയിലെ കറിയാച്ചന്റെ കൂട്ടുകാരാ, നാട് കാണാൻ വന്നാന്ന് പറയണം. എങ്കിൽ ആ വിവരം ചെറുക്കനെയും പെണ്ണിനെയും നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളൊന്ന് പറയും, അവർ വേറൊന്ന് പറയും. പിള്ളേരാകെ പ്രശ്നത്തിലാകുകയും ചെയ്യും. നിന്റെ പിള്ളേരല്ലയോ? നിങ്ങൾ എന്നാ പറഞ്ഞത്? എന്റെ പിള്ളേരോ? അന്നേരം നിങ്ങളുടെ പിള്ളേരല്ലേ? ഇപ്പൊ എനിക്ക് മാത്രമായോ ഉത്തരവാദിത്വം? നീ ഒന്ന് പിണങ്ങാതിരിന്റെ ആൻസി കൂടവേ. ഒരു അക്ഷരപ്പശക പറ്റിപ്പോയതല്ലയോ. നീ അങ്ങ് ക്ഷമി. നീ എന്നെ നല്ലോണം കെട്ടിപ്പിടിച്ചേ. എന്നാലും എനിക്ക് കാമുകന്മാരുടെ കാര്യത്തിൽ ഒരു കുറച്ചുകൂടെ ചുണയുണ്ട്. കിടക്കെന്നെ ചോദിച്ചാ എനിക്ക് ഉറക്കം കൊണ്ടൊന്നും മേല. ഇപ്പം അവരെന്നായിരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങളെപ്പോലെ എപ്പോഴും ഭ്രാന്താണോ എല്ലാവർക്കും? അവരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുമായിരിക്കും. അല്ലാതെ തന്നെ ഒന്ന് ഉറങ്ങിക്കേ.